എനിക്ക് എൻ്റെ കുടുംബത്തിന് മരണം സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ശശികല എന്ന് പറഞ്ഞ സ്ത്രീ. അവർ സ്വയം പറഞ്ഞു നടക്കുന്ന കലാസഞ്ജീവ് എന്നാണ്. അയാളൊരു ക്രിമിനലാണ്. അയാൾ ഇപ്പോഴും അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം തിരുവല്ലം സ്വദേശിനി സന്ധ്യയും കുടുംബവും വധഭീഷണിയുടെ മുന്നിൽ. ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നതിനാണ് കുടുംബം വധഭീഷണി നേരിടുന്നതെന്ന് യുവതി പറയുന്നു. ഞാനിപ്പോൾ ഈ മാധ്യമത്തിന് മുമ്പിൽ സംസാരിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിരിക്കുകയാണ്. അതായത് ഡൽഹി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിലെ മെമ്പറായ ശശികല എന്ന് പറയുന്ന ഒരു സ്ത്രീ, അത് ആരാണ് എന്താണെന്ന് എനിക്കറിയില്ല, ആ സ്ത്രീ തന്നെ കലാസഞ്ജീവ് എന്നും പറയുന്നുണ്ട്. അവർക്ക് ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അവരെ എന്നെ എൻ്റെ കുടുംബത്തിന് എന്ത് സാമ്പത്തിക നഷ്ടം സംഭവിച്ചാലും കുഴപ്പമില്ല, എൻ്റെ കുടുംബത്തിനെ ആ സംഘടനയോടൊപ്പം നിന്ന് ഇല്ലായ്മ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ പരിചയമില്ലാത്ത വാഹനങ്ങൾ വരികയും ഫോട്ടോ എടുക്കാനും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പും ഈ ഒരു സംഘടനയ്ക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഏതൊരു പരിഹാരവും പോലീസ് അധികാരിയിൽ നിന്ന് എനിക്കും എൻ്റെ കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ കലാസഞ്ജയ് ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ അറിയുന്നത്. അവരെ പേര് ശശികലയാണോ അത് കലാസഞ്ജയ് ആണോ ഒന്നും അറിയില്ല. എന്തൊക്കെ ആ സംഘടനയിൽ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഈ തിരുവനന്തപുരത്ത് തന്നെ ഈ ഒരുപാട് ആൾക്കാരെ അവർ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അവരെ പേര് ശശികല എന്നാണ്, പക്ഷെ അവരെല്ലാവരോടും പറയുന്നത് കലാസഞ്ജീവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ പേര് യഥാർത്ഥ പേര് പോലും അറിയില്ല. ഒരു വ്യക്തിത്വം പോലും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് അവർക്ക് ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ആരാണെന്ന് പോലും അറിയില്ല. ഒരു മെമ്പർ ആണോന്നും അറിയില്ല, അവരെന്ത് സ്ഥാനത്തിരിക്കുന്നെന്നും അറിയില്ല. പക്ഷേ ഇത് ഷാജി പോത്തൂരിൻ്റെ അനിലിൻ്റെ ഒരു ചട്ടുവാണെന്നാണ് എനിക്ക് അന്വേഷണത്തിൽ അറിഞ്ഞത്. തീർച്ചയായിട്ടും ഈ ഒരു സംഘടന തട്ടിപ്പാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കലാസഞ്ജയ്. ദേശീയ ചിഹ്നമായ അശോകസ്തംഭം വരെ ദുരുപയോഗം ചെയ്താണ് ട്രസ്റ്റ് തട്ടിപ്പ് നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉന്നതാധികാരികൾക്ക് പലതവണ പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. പോലീസ് സംവിധാനത്തിൽ മനം മടുത്ത യുവതി വിസ്മയ ന്യൂസിനോട് തുറന്നു പറയുന്നു. എന്തിനു വേണ്ടിയാണ് താങ്കളെ അവർ ഇല്ലാതാക്കുന്നത്? അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ക്രോപ്സ് എന്ന് പറഞ്ഞ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ലക്ഷങ്ങൾ ഇവർ തട്ടി. ഈ തട്ടിയെടുത്തതിൽ ഇവരുടെ പ്രവർത്തനത്തിൽ സംശയം തോന്നി അന്വേഷിച്ചപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ക്രോപ്സ് എന്ന് പറഞ്ഞ സംഘടന രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇവർ ഹ്യൂമൻ റൈറ്റ്സ് ക്രോപ്സ് എന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് മാത്രമാണ് ഇവരിത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതൊരു NHRC എന്ന ഒരു ചുരുക്കപ്പേരിൽ പബ്ലിസിറ്റി ചെയ്ത് ആൾക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുക്കുക. അത് മാത്രമാണ് ലക്ഷങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ട് ഇവർ. അതായത് ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഷാജി ജേക്കബ് എന്ന് പറഞ്ഞ ഷാജി പോത്തൂർ, കോഴഞ്ചേരിയിലുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ നാഷണൽ ഡയറക്ടർ അനിൽകുമാർ PT, അയാളൊരു ക്രിമിനലാണ്. അയാൾ ഇപ്പോഴും അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ഏപ്രിൽ 13 തൃക്കാക്കര സ്റ്റേഷനിൽ ഇദ്ദേഹത്തിന് ഒരു സ്ത്രീയെ വീട്ടിൽ കയറി ആക്രമിച്ച പേരിൽ ഇയാൾ അറസ്റ്റ് ചെയ്യുകയും 3 കേസ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ചാർജ് ചെയ്തിട്ടുമുണ്ട്. എന്നിട്ടും ഇദ്ദേഹത്തിന് ഈ സംഘടന ഇപ്പോഴും നിലനിർത്തുന്നുവെങ്കിൽ ഈ സംഘടനയുടെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത് സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ്. അവർക്ക് നല്ലൊരു ഗുണ്ടയാണ് ആവശ്യം, അല്ലാതെ ഒരു മനുഷ്യവച്ച സംഘടനയല്ല. ഈ കലാസഞ്ജീവ് എന്ന് പറഞ്ഞ ആ സ്ത്രീയും അനിലും സുഹൃത്തുക്കളാണ്. ഈ അനിൽകുമാറിൻ്റെ ആ ഒരു ആവശ്യപ്രകാരമാണ് ഈ സ്ത്രീ എനിക്കെതിരെ ഒരുപാട് പ്രചരണവും എന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവരോടൊപ്പം കൂട്ടുകൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഷാജി പോത്തൂർ, അനിൽകുമാർ PT, ഈ കലാസഞ്ജീവ് എന്ന് പറഞ്ഞ സ്ത്രീ മറ്റുള്ള മനുഷ്യവച്ച സംഘടനയിൽ എന്നെക്കുറിച്ച് വളരെയധികം മോശമായിട്ടും എൻ്റെ ഫാമിലിയെക്കുറിച്ചും പറഞ്ഞതായിട്ട് അറിയാൻ സാധിച്ചു. എന്ത് വില കൊടുത്തും അനിലും ഷാജി പൂവത്തൂരും ഇല്ലായ്മ എന്നെ ചെയ്യും, എൻ്റെ കുടുംബത്തിനെ ഇല്ലായ്മ ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ കോൾ റെക്കോർഡിംഗ് എൻ്റെ കൈവശമുണ്ട്. അത് തന്നെയാണ് ഈ ശശികല എന്ന് പറഞ്ഞ സ്ത്രീയും പറയുന്നത്. എന്നല്ലേ ഞാൻ കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, DGPക്ക് കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് കൊടുത്തിട്ടുണ്ട്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് കൊടുത്തിട്ടുണ്ട്, പ്രധാനമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്തും അന്വേഷണ ഉദ്യോഗസ്ഥരെ അവരെ വിളിക്കുന്ന സമയത്ത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ചെയർമാൻ എന്ന രീതിയിലും രാഷ്ട്രീയക്കാരെ കൊണ്ടും ഈ പോലീസ് അധികാരികളെ സ്വാധീനിക്കുന്നത് കൊണ്ട് എനിക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല. ആയതുകൊണ്ട് തന്നെ ഇവരുടെ ബുദ്ധിമുട്ടുകൾ എനിക്കിപ്പോഴും എൻ്റെ ഫാമിലിയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അന്വേഷിക്കാത്ത കാര്യം എന്ന് വെച്ചാൽ പോലീസിനൊരു പേടി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാര്യം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ക്രോപ്സിൻ്റെ നാഷണൽ ജോയിൻറ്റ് ഡയറക്ടറായി ഷീബ ജോൺ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആനപ്പുറത്തിരിക്കുന്ന ഷാജി സാർ പട്ടിയെ പേടിക്കേണ്ട കാര്യമില്ലെന്ന്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എനിക്കെല്ലാം മനസ്സിലാക്കാം. എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. തൃക്കാക്കര സ്റ്റേഷനിൽ അനിൽകുമാർ PTക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് പോലും എല്ലാ തെളിവുകൾ കൊടുത്തിട്ട് അവിടെ നിന്നും എനിക്ക് നീതി ലഭിച്ചിട്ടില്ല. അയാളൊരു വ്യാജ വക്കീലാണ്.
എന്നാൽ പോലും അയാൾ പല ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ വോയിസ് റെക്കോർഡ് വരെ ഞാൻ അയച്ചു കൊടുത്തിട്ടും അവർ യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് 100% ഉറപ്പുണ്ട്, അവരുടെ സംഘടനയ്ക്കെതിരെ ഞാൻ ഇത്രയും കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും എൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, എനിക്കും എൻ്റെ കുടുംബത്തിനും. കാര്യം എൻ്റെ വീടിൻ്റെ ഫോട്ടോയും എല്ലാം ഫേസ്ബുക്കിൽ അയച്ച് ഇപ്പോൾ അത് പബ്ലിസിറ്റി ചെയ്തിട്ടുണ്ട് അവർ. പല ആൾക്കാരുടെ കയ്യിൽ ഞങ്ങളുടെ വീടിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എൻ്റെ വീടിൻ്റെ വീഡിയോ ലൈവായിട്ട് ഷാജി പൂവത്തൂർ കാണുന്നു എന്ന് ഷീബ ജോൺ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭീഷണി നിലനിന്ന സമയത്തെല്ലാം ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും ഒരു പോലീസ് അധികാരികളും ഇയാൾക്കെതിരെ ഏതൊരു നടപടിയും എടുത്തിട്ടില്ല. ഇപ്പോൾ ഒരു 45 ലക്ഷം രൂപയുടെ മാനനഷ്ടത്തിന് ഒരു കേസ് കൊടുക്കാൻ പോവുകയാണ്. എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എനിക്ക് എൻ്റെ കുടുംബത്തിന് മരണം സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ശശികല എന്ന് പറഞ്ഞ സ്ത്രീ, അവർ സ്വയം പറഞ്ഞ് നടക്കുന്ന കലാസഞ്ജീവ് എന്നാണ്. അവർക്കും അവരുടെ കൂട്ടാളികളായ ഷാജി പൂവത്തൂർ, അനിൽകുമാർ PT, ഷീബ ജോൺ എന്നിവർക്കാണ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് യാതൊരുവിധ നീതി ലഭിച്ചിട്ടില്ല. ഈ വീഡിയോ കാണുന്ന അധികാരികൾ എന്നെ എൻ്റെ കുടുംബത്തിനെ രക്ഷിച്ച് ഞങ്ങളെ ജീവന ആപത്തിൽപ്പെടാതെ കാത്തുരക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ നമ്പർ ഞാൻ പറയുന്നു, 9605841818. സന്മനസ്സുള്ള ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഈ ശശികല എന്ന് പറഞ്ഞ സ്ത്രീ, കലാസഞ്ജീവ് എന്ന് പറഞ്ഞു നടന്ന ആ സ്ത്രീയിൽ നിന്നും, ഷാജി പൂവത്തൂർ, അനിൽകുമാർ PT, ഷീബ ജോണിൽ നിന്നും എന്നെ, എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ 2 മക്കളുടെയും ജീവൻ രക്ഷിക്കണമെന്ന് താഴ്മയെ ഞാൻ അപേക്ഷിക്കുന്നു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.